പ്രിയ കർഷക സുഹൃത്തുക്കളെ, മഴക്കാലം ആരംഭിക്കുന്നൊരു ലക്ഷണമാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് കുറേ കർഷകരുമായിട്ട് ഏലത്തിൻ്റെ പരിപാലനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് MB ഷാജി, ഞാൻ രാജാക്കാടാണ്. അപ്പം നമ്മൾ മഴക്കാലത്ത് പ്രയോഗിക്കേണ്ട രീതികൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലുള്ള ചെടികൾക്കാണെങ്കിൽ നമ്മൾ കുമ്മായ പ്രയോഗമാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ മഴയത്ത് നമ്മൾ ഒരു ചെടിക്ക് 300 ഗ്രാം കുമ്മായം വെച്ചിട്ട് നമ്മൾ അസിഡിറ്റി മാറിയതിന് ശേഷമേ ഏലത്തിന് വളം ചെയ്താൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാറുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏലത്തിന് മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ അഴുകൽ, തട്ടമറച്ചിൽ, ഫിസേറിയൻ രോഗങ്ങൾക്ക് അഡ്വാൻസ് മരുന്നടിക്കണം. വന്നതിന് ശേഷം മരുന്നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കുറേ നാളത്തെ ഈൽഡ് നഷ്ടപ്പെടും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് മരുന്നടിക്കണം. അതിൻ്റെ കെമിക്കൽ നെയിമുകളൊക്കെ ഒന്ന് ഓടിച്ച് ഞാൻ പറയാം. അതായത് 200 ലിറ്ററിൽ നല്ല മഴയുള്ള സമയത്ത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണെങ്കിൽ 200 ലിറ്ററിൽ 100 ഗ്രാം മെറ്റ്ലാസിൽ 300 ഗ്രാം COC, പൊട്ടാസ്യം ഫോസ്ഫേറ്റ് 400 മില്ലി, പശ 100 മില്ലി ചേർത്ത് ഒരു സ്പ്രേ ഞാൻ കൊടുത്ത് നന്നായിട്ട് കണ്ടീഷനായി കഴിയുമ്പോൾ അതിൻ്റെ കുമിൾ രോഗങ്ങളൊക്കെ അങ്ങ് പോയി ചെടി ഫ്രീ ആവും. അതിന് ശേഷം നമുക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചുവട്ടിലിട്ട് കൊടുക്കാം. മഴക്കാലത്ത് നമുക്ക് ഏലച്ചെടികൾക്ക് അഴുകൽ രോഗം, ഫിസേറിയം, തട്ടമറച്ചിൽ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാം. ഇലപ്പുള്ളി രോഗം, ചെന്താട് ഇങ്ങനെയൊക്കെ വരാം. അതിന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് മരുന്ന് കൊടുത്തേ മതിയാവും. വന്ന് കഴിഞ്ഞ് കൊടുക്കുന്നതിൽ നല്ലത് വരുന്നതിന് മുമ്പ് കൊടുക്കുകയാണ് നല്ലത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 200 ലിറ്ററിൽ മെറ്റലാസിൽ 100 ഗ്രാം, മാംഗോ സൂപ്പ് 200 ഗ്രാം, പശ 100 ഗ്രാം 100 മില്ലി, പിന്നെ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് 400 മില്ലി. കീടനാശിനി ചേർക്കണമെങ്കിൽ ഒരു ചെറിയ അളവിൽ കീടനാശിനി ചേർക്കാം. എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഡോസ് കുറച്ചേ കൊടുക്കാവുള്ളൂ. ഡോസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കായ്ക്ക് അറസ്റ്റ് ഉണ്ടാകും. കീടനാശിനി ഡോസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പൂവും വള്ളിക്കും പൊള്ളലുണ്ടാകും. അഴുകലിന് ചെയ്യാൻ പറ്റുന്നത് ഞാനീ പറഞ്ഞ രീതികൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പം COC 200 ലിറ്ററിന് 300 ഗ്രാം, മെറ്റലാക്സിൽ 200 ലിറ്ററിന് 100 ഗ്രാം, പൊട്ടാസ്യം ഫോസ്ഫേറ്റ് 400 മില്ലി, പശ 100 മില്ലി ചേർത്ത് അടിച്ച് കഴിഞ്ഞാൽ ഈ അഴുകൽ, തട്ടമറച്ചിലിനൊക്കെ ഒരു കൺട്രോളാവും. അതിലുപരിയായിട്ട് നമ്മൾ ചുവട്ടിൽ കുമ്മായത്തിൻ്റെ പ്രയോഗമാണ് അഴുകലിന് ഏറ്റവും കൺട്രോൾ ചെയ്യേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു സൂത്രപ്പണി എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ടത് കുമ്മായത്തിനകത്ത് ഹെക്സാകോണസോൾ SSC എന്ന് പറഞ്ഞ മരുന്ന് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.